ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസ്മിയിൽ വന്നതാണ്. അപ്പോൾ ഫോണൊക്കെ ഒരുവിധം പൈസ വിടുന്നുണ്ട് കേട്ടോ, ഒരുവിധം നോക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരും കേട്ടോ, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന്. കടേൻ്റെ അകത്ത് നിന്നൊരു വീഡിയോ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ കേട്ടോ, അതുകൊണ്ടാണ് ഒരു ഇത് സംസാരത്തിൽ. നമ്മളുടെ തൃശ്ശൂരുള്ള ബിസ്മി ഹൈപ്പറിലായിരുന്നു കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്, ഫോൺ പർച്ചേസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് കുറച്ച് ഗ്രോസറീസ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഇവിടെ ഇലക്ട്രോണിക്സും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഫോണിൻ്റെയും കൂടെ കയറി ഒന്ന് എൻക്വയറി ചെയ്തിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓപ്പോൻ്റെ റെനോ 30 Pro ഈ സീരീസ് മേടിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നത്. ഇതിപ്പം ഇറങ്ങിയിട്ട് ഒരു മാസമായിട്ടില്ല, പുതിയ ലോഞ്ചാണ്. അതല്ല, ഇക്ക ഇതിനു മുന്നും ഓപ്പോ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബ്രാൻഡാണ് ആൾക്കിഷ്ടം, അതുകൊണ്ട് തന്നെ വേറെ ഒരു ബ്രാൻഡിലേക്കും പോകണ്ട, ഓപ്പോ തന്നെ മതിയെന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മേടിച്ചോട്ടെ എന്ന്. പേഴ്സണലി എനിക്ക് സാംസങ്ങും ഐഫോണും ഈ രണ്ട് ബ്രാൻഡാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. പക്ഷേ ഓൾറെഡി ഈ രണ്ട് ബ്രാൻഡിൻ്റെ ഫോൺ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഓപ്പോ തന്നെ ആൾക്ക് ഇഷ്ടമുള്ള എടുത്തോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. നമ്മൾ വിചാരിച്ചിരുന്ന സീരീസ് തന്നെ ഓപ്പോൻ്റെ അവിടെ ഉണ്ടായത് കൊണ്ട് അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു. ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഞങ്ങൾ 4 പേര്, ഇക്കാൻ്റെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പുതിയ കുറേ ഫീച്ചേഴ്സ് ഈ ഒരു മൊബൈലിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല, ക്യാമറ ക്വാളിറ്റി അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50K ആണ്. അപ്പോൾ നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പം നമ്മളുടെ നാട്ടിൽ പൂരം നടക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ അമ്പലത്തിൽ. അപ്പോൾ ആ പൂരമൊക്കെ കണ്ട് ആസ്വദിച്ചാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.